ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നിയിരിക്കുന്നത് ദാമ്പത്യ പ്രശ്നം തന്നെയാണ്. ആ ദാമ്പത്യ പ്രശ്നത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പലപ്പോഴും പിണങ്ങി മാറി നിൽക്കുക, പിണങ്ങി പോവുക, ജീവിതത്തിൽ നിന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് പോവുക, ഇവയൊക്കെ സാധാരണയായി നടക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ വേണ്ടിയും ആ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടോടി മാന്ത്രിക കർമ്മമാണ് ജ്യോതിഷ ദീപത്തിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. ഇത്തരം നാടോടി മാന്ത്രിക കർമ്മങ്ങളെല്ലാം തന്നെ സാധാരണഗതിയിൽ അവരവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതിന് പ്രത്യേക മന്ത്രസിദ്ധിയോ കാര്യങ്ങളോ ആവശ്യമില്ലാത്തതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്വയം നമ്മൾ തന്നെ പണ്ട് കാലത്ത് നമ്മുടെ കുടുംബത്തിലുള്ള പല ആളുകളും കൊതിക്ക് ഓതുന്നവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പൊള്ളലിന് ഓതുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ, ബാധ പോലെയുള്ളവയൊക്കെ സംഭവിക്കുവാണെങ്കിൽ അവയ്ക്കൊക്കെ ഓതി ഇറക്കുന്ന നമ്മുടെ പൂർവികരായിട്ടുള്ള മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കൊക്കെ അറിയാമായിരുന്നു. ഏതെങ്കിലും കാര്യത്തിൽ നൂല് ജപിച്ച് കെട്ടേണ്ട അവസ്ഥകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ തന്നെയായിരുന്നു പോയി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ സ്വാഭാവികമായും പൂർവികരായിട്ടുള്ള ആളുകൾക്ക് ചില ഗ്രഹവൈദ്യങ്ങളും അതോടൊപ്പം തന്നെ ചില തരത്തിലുള്ള നാടോടി മന്ത്രവിദ്യകളും മാന്ത്രിക വിദ്യകളും അറിയുന്നവരായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് പിന്നീടുള്ള തലമുറയ്ക്ക് അവരെന്തുകൊണ്ടോ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നീടുള്ള തലമുറയ്ക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ധാരണക്കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ ഈ വിദ്യ മറ്റുള്ള ആൾ അറിയണ്ട എന്നുള്ള അവരുടെ ഒരു ചിന്ത കൊണ്ടാണോ എന്തായാലും പുതിയവർക്ക് അവരത് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരം നാടോടി വിദ്യകൾ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ആ ഒരു മന്ത്രവിദ്യയിലാണ് ഈ ഒരു നാടോടി മന്ത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. വിശ്വാസമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണത്. അല്ലാത്തവർ ഉപയോഗിച്ചാൽ, പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ പോലും അതിൻ്റെ ഒരു ഫലം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം. അതായത് ഇന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വശ്യം ആർക്കും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ പേരിലാണ് പലപ്പോഴും ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നത്. ആ കണ്ടീഷൻ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ സുപ്രഭാതത്തിൽ തന്നെ അവർ പരസ്പരം ജീവിതം ഇനി വേണ്ട എന്ന് തീരുമാനം തിരിച്ചു പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കൊണ്ട് തന്നെ പലരുടെയും ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അവർ തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ഈ ചെറിയ കാര്യത്തിനാണെങ്കിലും വലിയ കാര്യത്തിനാണെങ്കിലും പിണങ്ങി മാറി നിൽക്കുന്ന ആളുകൾ തിരിച്ചു വരാൻ, അതേപോലെ തന്നെ ചിലപ്പോൾ ഭാര്യയോട് പറയാതെ ഭർത്താവ് ദൂരനാട്ടുകളിലൊക്കെ പോയി നിൽക്കാറുണ്ട്. എവിടെയാണെന്ന് പറയാറില്ല, എവിടെ ഉണ്ടെന്നറിയാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു മാന്ത്രിക കർമ്മം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്. അതുള്ളത് കൊണ്ടാണ് ഈ നാടോടി മന്ത്രവിദ്യ പൊതുവെ എളുപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നാടോടി മന്ത്രവിദ്യ നിങ്ങൾക്ക് ഫലിക്കും എന്നുള്ളതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നും പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ മന്ത്രരീതികളും മന്ത്രധാരണവും എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം. തീർച്ചയായിട്ടും നിങ്ങളത് ശരിയായ രീതി കേട്ടതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഇനി അത് സംശയമാണെന്നുള്ള കാര്യത്തിലേക്ക് വിളിച്ച് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും മറുപടി തരാൻ സാധിക്കില്ല. അതുകൊണ്ട് വിളിച്ച് ചോദിക്കേണ്ട, പൂർണ്ണമായി അറിഞ്ഞവർ മാത്രം ചെയ്യുക. അത് പൂർണ്ണമായിട്ട് ഇതെങ്ങനെയാണെന്ന് ബോധ്യപ്പെടാത്തത്, ഇത്രയും വ്യക്തമായി കേട്ടിട്ട് പോലും ബോധ്യപ്പെടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട എന്ന് തന്നെ തീരുമാനിക്കുക. ഈ രണ്ടു പേർക്കാണ് വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മം ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ ആദ്യം നിങ്ങൾക്ക് ആവശ്യമായൊരു സാധനം എന്ന് പറയുന്നത് 4 വിരൽ വീതിയിലുള്ള ഒരു ചെമ്പ് തകിടാണ്. അത് സാധാരണ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിലോ അതല്ലെങ്കിൽ ഇപ്പോൾ ഏലസുകളും മറ്റുമൊക്കെ വിൽക്കുന്ന കടകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് പ്ലെയിൻ തകിടാണ്, ഒന്നും വരച്ചതോ എഴുതിയതോ അല്ല. ആ ഒരു ചെമ്പ് തകിടാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ആ ചെമ്പ് തകിട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാൽ ഒരു ദിവസം നിങ്ങളത് വെള്ളത്തിലിട്ട് വയ്ക്കണം. വെള്ളത്തിലിട്ട് വച്ചതിന് ശേഷം പിന്നീട് അതെടുത്ത് തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് മേടിച്ച് കൊണ്ടുപോകുന്ന ശേഷം അത് ഒരു ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം എടുത്തത് തുടച്ച് വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം
അതിന് ഉള്ളിൽ ഒരു ത്രികോണം വരയ്ക്കണം. ഇനി ത്രികോണം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കരുത്, ദയവായിട്ട്. അറിയാമെന്നുള്ളത് ത്രികോണം വരയ്ക്കുക. ഒരു ത്രികോണം വരച്ചിട്ട് ആ ത്രികോണത്തിൻ്റെ 3 ഭാഗങ്ങളും ഒരുപോലെ ആയിരിക്കണം ഈ ത്രികോണം വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിനുശേഷം ത്രികോണം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്, അതിലെ ഒരു ഭാഗത്ത് ഈ ഭർത്താവിൻ്റെ അഥവാ ഭാര്യയുടെ പേരും അതിൻ്റെ മറ്റൊരു ഭാഗത്ത്, ഇത് പുറത്താണ് എഴുതുന്നത് കേട്ടോ, ഈ ത്രികോണത്തിൻ്റെ പുറത്താണ് എഴുതുന്നത്, അത് ഒരു കോൺ ഭാഗത്ത് ഭർത്താവിൻ്റെ പേര്, ഭാര്യ എഴുതണമെങ്കിൽ ഭർത്താവിൻ്റെ പേര്, നക്ഷത്രം, തൊട്ടിപ്പുറത്തെ ഭാഗത്ത് ഭാര്യയുടെ പേര്. അങ്ങനെ 2 പേര്, ദമ്പതിമാരുടെ 2 പേരുടെയും പേരുകൾ 2 ഭാഗത്തും എഴുതുക. ഒപ്പം നക്ഷത്രവും കൂടെ കൂട്ടി എഴുതുക. ഈ ത്രികോണത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് ക്ലീം എന്നെഴുതുക. ക്ലീം, ക എന്ന ആ സ്വരാക്ഷരത്തിൻ്റെ താഴെ ക്ലീം എന്ന് ചേർന്നതാണ് ക്ലീം എന്ന ബീജാക്ഷരം. ഒരു കാമബീജമാണ്. ആ ക്ലീം എന്ന ഭാഗത്ത് ആ മന്ത്രം അവിടെ എഴുതുക. നടുക്ക് ഭാഗത്ത്, അതായത് സെൻറ്റർ ഭാഗത്ത് ഉള്ളിലായിട്ട് എഴുതുക. അതിനുശേഷം എഴുതേണ്ട മന്ത്രം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം ആ മന്ത്രം ആണ് മറ്റൊരു ഭാഗത്ത് എഴുതേണ്ടത്. അതിൻ്റെ പുറത്തു ഭാഗത്ത്, വേറൊരു ഭാഗത്ത്, 3ാമത്തെ ഭാഗത്ത് എഴുതേണ്ടത്. അങ്ങനെ 3 ഭാഗത്ത്, ഒരു ഭാഗത്ത് ഭർത്താവിൻ്റെ പേരും നക്ഷത്രവും, മറുഭാഗത്ത് ഭാര്യയുടെ പേരും നക്ഷത്രവും, മറ്റൊരു ഭാഗത്ത് ഈ മന്ത്രം, നടുഭാഗത്ത് ക്ലീം എന്ന് പറയുന്ന കാമബീജം. ഈ കാര്യങ്ങളാണ് ആ കർമ്മം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് തേൻ അതിൻ്റെ മുകളിൽ പുരട്ടാം, അതല്ലെങ്കിൽ ചെത്തിപ്പൂവ് തേനിൽ മുക്കി ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം കൊണ്ട് അതിൽ അർച്ചന ചെയ്യാം. അത് ചെയ്തതിന് ശേഷം മൺകുടം എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. മൺകുടം, വെള്ളം എടുത്ത് വയ്ക്കുന്ന മൺകുടം. അങ്ങനെ വെള്ളത്തോടു കൂടിയുള്ള മൺകുടത്തിൻ്റെ കീഴെ അത് സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് അതിന് വേണ്ട ഒരു കാര്യം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കീഴെ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ജലാംശം കൂടെ ഉണ്ടാകുന്നത് കൊണ്ട് അതിൽ ആർദ്രമായിട്ട് അല്ലെങ്കിൽ വെള്ളത്തോട് കൂടി അത് നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ആ മൺകുടത്തിൻ്റെ ഉള്ളിൽ, അപ്പോൾ അടിയിലായിട്ട്, മൺകുടത്തിൻ്റെ അകത്തല്ല ഇടേണ്ടത്, മൺകുടത്തിൻ്റെ അടിയിലാണ്. ഈ തകിടിൻ്റെ മുകളിൽ ഈ കുടവും വെള്ളവും കയറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു 21 ദിവസത്തിനുള്ളിൽ അവർ വരികയോ അല്ലെങ്കിൽ വരാം എന്നുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്യും. അപ്പോൾ ഇത് വ്യക്തമായി കേട്ടതിന് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ, വിശ്വാസമുള്ളവർക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പിണങ്ങിപ്പോയത് ആരാണോ അവർ തിരിച്ചു വരും എന്നുള്ളതാണ് ഈ ഒരു നാടോടി മാന്ത്രിക വിദ്യയുടെ പ്രയോജനം. ഇത് നിങ്ങൾക്ക് ബോധ്യമുള്ളവർക്കും വിശിഷ്യ നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്കും ഈ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും വണക്കം. നമസ്തേ. Like, share, subscribe.